ജീവിതം ചിലപ്പോഴൊക്കെ നമ്മെ തളർത്തുന്നത് ആർക്കും തടുക്കാനാവില്ല. രാമു എന്ന യുവാവിന്റെ കാര്യത്തിലും സംഭവിച്ചത് അതുതന്നെയായിരുന്നു. ദാരിദ്ര്യം അവന്റെ വീടിന്റെ പടിവാതിൽക്കൽ എപ്പോഴും നിഴലായി നിന്നിരുന്നു. വിദ്യാഭ്യാസമോ വലിയ പാരമ്പര്യമോ ഇല്ലാത്ത രാമുവിന് ആകെയുണ്ടായിരുന്ന സമ്പാദ്യം തന്റെ സത്യസന്ധതയും ഡ്രൈവിംഗിലുള്ള പ്രാവീണ്യവും മാത്രമായിരുന്നു. ഗ്രാമത്തിലെ ചെറിയ പണികൾ ചെയ്ത് മടുത്ത അവന് വലിയ നഗരത്തിൽ പോയാൽ തന്റെ കുടുംബത്തിന് താങ്ങാകാൻ കഴിയുന്ന ഒരു ജോലി ലഭിക്കുമെന്ന് പ്രത്യാശിച്ചു. അങ്ങനെയാണ് രാമു നഗരത്തിലെ ഒരു വലിയ ബംഗ്ലാവിനെ കുറിച്ച് അറിയുന്നത്. അവിടെയുള്ള ഒരു വയോധികനായ പരിചയക്കാരൻ അവനോട് പറഞ്ഞു, രാമു, അവിടെ ഒരു ഡ്രൈവറെ ആവശ്യമുണ്ട്. ശമ്പളം നല്ലതാണ്, പക്ഷെ ഒരു കാര്യമുണ്ട്. അവിടുത്തെ യജമാനത്തെ വളരെ കർക്കശക്കാരിയാണ്. അവർ പറയുന്നതിന് അപ്പുറം ഒരു വാക്ക് സംസാരിക്കാൻ അവിടെ ആർക്കും അനുവാദമില്ല. ഒരു ചെറിയ തെറ്റ് ചെയ്താൽ പോലും ആ നിമിഷം നിന്നെ പുറത്താക്കും. ആ വാക്കുകൾ രാമുവിനെ ഭയപ്പെടുത്തിയില്ല. കാരണം വിശപ്പിന്റെ വിളി കേൾക്കുന്നവന് ആത്മവിശ്വാസത്തെക്കാൾ വലുത് അതിജീവനമായിരുന്നു. അവൻ ആ ബംഗ്ലാവിന് മുന്നിലെത്തി. ആകാശമുയരത്തിൽ നിൽക്കുന്ന ആ കൂറ്റൻ മതിലുകൾക്കും ഇരുമ്പ് ഗേറ്റുകൾക്കും ഉള്ളിൽ എന്തോ ഒരു വലിയ നിശബ്ദത തളം കെട്ടി നിൽക്കുന്നതായി അവന് തോന്നി. അവിടെയുള്ള ജീവനക്കാരെല്ലാം വളരെ ഭയത്തോടെയാണ് നടക്കുന്നത്. ആരും തമ്മിൽ സംസാരിക്കുന്നില്ല. ഓരോരുത്തരും തങ്ങളുടെ ജോലിയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. രാമുവിനെ റിസ്വാനയുടെ മുന്നിൽ ഹാജരാക്കി. റിസ്വാന, അതായിരുന്നു ആ ബംഗ്ലാവിന്റെ അധികാരി. കറുത്ത പർദ്ദ ധരിച്ച് മുഖം മറച്ച് അധികാരത്തിന്റെ ഗാംഭീര്യത്തോടെ ഇരിക്കുന്ന ആ സ്ത്രീയെ കണ്ടപ്പോൾ രാമുവിന് അറിയാതെ ഒരു വിറയൽ തോന്നി. അവരുടെ കണ്ണുകൾ മാത്രം പുറത്ത് കാണാം. ആ കണ്ണുകളിൽ കരുണയേക്കാൾ കൂടുതൽ നിഗൂഢതയും ദേഷ്യവുമാണ് നിഴലിച്ചിരുന്നത്. അവർ വളരെ കുറഞ്ഞ വാക്കുകളിൽ മാത്രം സംസാരിച്ചു. നിന്റെ പേരെന്താണ്? അവർ ചോദിച്ചു. രാമു അവൻ വിനയത്തോടെ മറുപടി നൽകി. ശ്രദ്ധിച്ചു കേട്ടോ രാമു, എനിക്ക് കാത്തിരിക്കുന്നത് ഇഷ്ടമല്ല. വണ്ടി എപ്പോഴും തയ്യാറായിരിക്കണം. ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി നൽകിയാൽ മതി. എന്റെ കൺമുന്നിൽ നിൽക്കുമ്പോൾ തല ഉയർത്തി നോക്കരുത്. നിനക്ക് ജോലി ആവശ്യമാണെങ്കിൽ ഈ നിയമങ്ങൾ പാലിക്കണം. രാമു തല കുനിച്ച് സമ്മതിച്ചു. അവന് തന്റെ ജോലി നിലനിർത്തണമെന്നായിരുന്നു. റിസ്വാനയുടെ ചുറ്റുമുള്ള എല്ലാവരും അവരെ ഭയന്നിരുന്നു. പർദ്ദ ധരിച്ചവൾ എന്നായിരുന്നു നഗരത്തിൽ പലരും അവരെ രഹസ്യമായി വിളിച്ചിരുന്നത്. അവർ പുറത്തു പോകുമ്പോൾ ആരുമായും സംസാരിക്കാറില്ല. ലോകത്തിനു മുന്നിൽ അവർ ഒരു കല്ല് പോലെ ഉറച്ച മനസ്സുള്ളവളായിരുന്നു. ആദ്യ ദിവസം തന്നെ രാമുവിന് അവരുടെ കർക്കശ സ്വഭാവം അനുഭവപ്പെട്ടു. ബിസിനസ് ആവശ്യങ്ങൾക്കായി അവർക്ക് നഗരത്തിലെ പലയിടങ്ങളിലും പോകേണ്ടി വന്നു. വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു കുലുക്കം പോലും അവർക്ക് സഹിക്കാനാവില്ല. വണ്ടി നേരെ ഓടിക്കൂ രാമു, റോഡിൽ മാത്രം ശ്രദ്ധിക്കൂ. എനിക്ക് കുലുങ്ങൽ ഇഷ്ടമല്ല. പിന്നിലെ സീറ്റിലിരുന്ന് അവരുടെ ശബ്ദം മുഴങ്ങി. ആ ശബ്ദത്തിൽ ഒരു തരം തണുപ്പും പരുക്കൻ ഭാവമുണ്ടായിരുന്നു. ആകാശത്ത് കറുത്ത മേഘങ്ങൾ ഇരുണ്ടുകൂടി നിന്നു. രാമു തന്റെ പുതിയ ജോലിയുടെ വെല്ലുവിളികളെ കുറിച്ച് ചിന്തിച്ചു. എങ്കിലും തന്റെ യജമാനത്തിയുടെ ഈ പെരുക്കൻ സ്വഭാവത്തിന് പിന്നിൽ ഏതോ ഒരു വലിയ നോവുകൾ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് അവന്റെ മനസ്സ് മന്ത്രിച്ചു. സാധാരണക്കാരനായ ഒരു ഡ്രൈവറുടെ ജീവിതം എങ്ങനെയാണ് ആ ബംഗ്ലാവിലെ നിഗൂഢതകളുമായി കെട്ടുപിണിയാൻ പോകുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. രാമു ആ വലിയ ബംഗ്ലാവിൽ ഡ്രൈവറായി ജോലിയിൽ പ്രവേശിച്ചിട്ട് ഏതാനും ദിവസങ്ങൾ പിന്നിട്ട് കഴിഞ്ഞിരുന്നു. ഓരോ ദിവസവും അവനൊരു പരീക്ഷണം പോലെയായിരുന്നു. റിസ്വാനയുടെ കണിശതയും ദേഷ്യവും ആ ബംഗ്ലാവിലെ വായുവിൽ പോലും കലർന്നിട്ടുണ്ടെന്ന് അവന് തോന്നി. രാവിലെ കൃത്യസമയത്ത് വണ്ടി കഴുകി വൃത്തിയാക്കി പോർച്ചിൽ കിടത്തണം. ഒരു മിനിറ്റ് വൈകിയാൽ പോലും അവരുടെ കണ്ണ് ചുവക്കും. അവർ കാറിൽ കയറിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിശബ്ദതയുടെ ഭരണമാണ്. റേഡിയോ ഓൺ ചെയ്യാനോ പുറത്തെ കാഴ്ചകൾ നോക്കി മൂളിപ്പാട്ട് പാടാനോ രാമുവിന് അനുവാദമില്ല. ഒരു ദിവസം രാവിലെ റിസ്വാനക്ക് നഗരത്തിനു പുറത്തുള്ള ഒരു പ്രധാന ബിസിനസ് മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടതുണ്ടായിരുന്നു. അന്നത്തെ ദിവസം കാലാവസ്ഥ വളരെ മോശമായിരുന്നു. ആകാശം കറുത്തിരണ്ട് വിങ്ങിപ്പൊട്ടാൻ തയ്യാറായി നിൽക്കുകയാണ്. വണ്ടി എടുക്കുന്നതിന് മുമ്പ് രാമു ആകാശത്തേക്ക് നോക്കി. വരാനിരിക്കുന്നത് ഒരു വലിയ പേമാരിയാണെന്ന് അവന് തോന്നി. യാത്ര തുടങ്ങി പകുതി ദൂരം എത്തിയപ്പോഴേക്കും കാറ്റും മഴയും ശക്തമായി. കാറിന്റെ വൈപ്പറുകൾക്ക് പോലും കാഴ്ച തെളിയിക്കാൻ കഴിയാത്ത വിധം മഴ തകർത്തു പെയ്യുകയായിരുന്നു. റോഡിൽ വെള്ളം ഉയർന്ന് തുടങ്ങിയിരുന്നു. പിന്നിലെ സീറ്റിലിരുന്ന് റിസ്വാന തന്റെ ഫയലുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. പുറത്തെ പ്രകൃതിയുടെ മാറ്റം അവരെ ഒട്ടും ബാധിക്കുന്നില്ലെന്ന് തോന്നി. മാഡം, മഴ വളരെ ശക്തമാണ്. മുന്നിലെ റോഡ് വ്യക്തമല്ല. അല്പം വേഗത കുറച്ചാലോ? സുരക്ഷിതമായി എത്താൻ അതാകും നല്ലത്. രാമു വളരെ വിനയത്തോടെ ചോദിച്ചു. പെട്ടെന്ന് ഫയലുകളിൽ നിന്ന് തല ഉയർത്തി റിസ്വാന അവനെ രൂക്ഷമായി നോക്കി. അവരുടെ കണ്ണുകളിൽ ദേഷ്യം അഗ്നി പോലെ ജ്വലിച്ചു. രാമു, ഞാൻ നിന്നോട് അഭിപ്രായം ചോദിച്ചില്ല. എനിക്ക് ഡീല് ഇന്ന് തന്നെ
പൂർത്തിയാക്കണം. എത്ര മഴ പെയ്താലും എനിക്ക് സമയത്തിന് അവിടെ എത്തണം. വണ്ടി വേഗത്തിൽ വിടൂ. നിന്റെ ജോലി വണ്ടി ഓടിക്കുക എന്നത് മാത്രമാണ്, എന്നെ ഉപദേശിക്കുക എന്നതല്ല. അവരുടെ ശബ്ദത്തിലെ ആ കാഠിന്യം രാമുവിനെ ഭയപ്പെടുത്തി. അവനൊന്നും മിണ്ടാതെ വണ്ടി മുന്നോട്ടെടുത്തു. എന്നാൽ പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ മനുഷ്യന്റെ വാശികൾക്ക് എത്രത്തോളം വിലയുണ്ട്. കാറ് വിജനമായ ഒരു മലയോര പാതയിലൂടെ കടന്നു പോകുമ്പോൾ പെട്ടെന്ന് എഞ്ചിൻ ഇരമ്പി നിന്നു. രാമു പലതവണ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കാറ് പൂർണ്ണമായും നിശ്ചലമായി. എന്തുപറ്റി? എന്തിനാണ് വണ്ടി നിർത്തിയത്? റിസ്വാന അലറി. മാഡം, എഞ്ചിനിൽ വെള്ളം കയറിയതാണെന്ന് തോന്നുന്നു. വണ്ടി സ്റ്റാർട്ട് ആകുന്നില്ല. പുറത്തിറങ്ങി നോക്കാതെ ഒന്നും പറയാൻ കഴിയില്ല, രാമു പരിഭ്രമത്തോടെ പറഞ്ഞു. ഇത് നിന്റെ അശ്രദ്ധയാണ്. വണ്ടി നേരത്തെ പരിശോധിക്കേണ്ടതായിരുന്നു. ഈ കാട്ടിൽ ഞാൻ എങ്ങനെ നിൽക്കും? റിസ്വാനയുടെ ദേഷ്യം പരിധി ലംഘിച്ചു. അവർ അവനെ ശകാരിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ രാമു അത് വകവെക്കാതെ മഴയത്തേക്ക് ഇറങ്ങി. മിനിറ്റുകൾക്കുള്ളിൽ അവൻ കുതിർന്നു പോയി. ബോണറ്റ് തുറന്ന് പരിശോധിച്ചപ്പോൾ കാര്യം വ്യക്തമായി. അവിടെ വെച്ച് അത് നന്നാക്കുക അസാധ്യമാണ്. ചുറ്റും നോക്കിയപ്പോൾ ദൂരെ എവിടെയോ ഒരു ചെറിയ വെളിച്ചം കണ്ടു. അതൊരു ചെറിയ വർക്ക്ഷോപ്പ് ആയിരിക്കുമെന്ന് രാമു കരുതി. മാഡം, ഫോണിന് റേഞ്ച് ഇല്ല. ഞാൻ ഓടിപ്പോയി ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാം. നിങ്ങൾ വണ്ടി ലോക്ക് ചെയ്ത് ഉള്ളിൽ തന്നെ ഇരിക്കൂ, രാമു പറഞ്ഞു. മറുപടിക്കായി കാത്തു നിൽക്കാതെ രാമു മഴയത്തേക്ക് ഓടി. റിസ്വാന കാറിനുള്ളിൽ ഒറ്റക്കായി. ആ വലിയ ആഡംബര കാറിനുള്ളിൽ ഇരിക്കുമ്പോഴും താൻ എത്രത്തോളം നിസ്സഹായയാണെന്ന് അവർക്ക് തോന്നിത്തുടങ്ങി. ചുറ്റുള്ള ഇരുട്ടും മഴയുടെ ഭയാനകമായ ശബ്ദവും അവരെ ഭയപ്പെടുത്തി. തന്റെ അധികാരവും പണവും ഈ നിമിഷം ഒന്നിനും ഉപകരിക്കില്ലെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഏതാണ്ട് അരമണിക്കൂറിന് ശേഷം ഒരു മെക്കാനിക്കുമായി രാമു തിരിച്ചെത്തി. അവന്റെ വസ്തുത്തിൽ നിന്ന് വെള്ളം ഉറ്റ വീഴുന്നുണ്ടായിരുന്നു. തണുത്ത് അവൻ വിറക്കുന്നുണ്ട്. എങ്കിലും തന്റെ യജമാനത്തിയുടെ സുരക്ഷയിലായിരുന്നു അവന്റെ ശ്രദ്ധ മുഴുവൻ. വണ്ടി താൽക്കാലികമായി നന്നാക്കി അവർ ബംഗ്ലാവിൽ തിരിച്ചെത്തിയപ്പോൾ നേരം ഒരുപാടായിരുന്നു. ബംഗ്ലാവിൽ എത്തിയ ശേഷം റിസ്വാന രാമുവിനോട് ഒരു വാക്ക് പോലും നന്ദി പറഞ്ഞില്ല. എങ്കിലും രാമു കിടക്കുന്ന ഔട്ട് ഹൗസിലെ മേൽക്കൂര ചോരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ അവനോട് ഗസ്റ്റ് ഹൗസിലെ ഒരു മുറിയിലേക്ക് മാറാൻ അവർ നിർദ്ദേശിച്ചു. ഒരു ചെറിയ കരുണയുടെ സ്പർശം ആ കല്ല് മനസ്സിൽ എവിടെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് രാമുവിന് അന്ന് തോന്നി. പക്ഷേ ആ രാത്രിയിൽ താൻ കേൾക്കാൻ പോകുന്ന കാര്യങ്ങൾ തന്റെ ജീവിതത്തെ തന്നെ മാറ്റുമെന്ന് അവൻ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. മഴ അപ്പോഴും തോരാതെ പെയ്തുകൊണ്ടിരുന്നു. ബംഗ്ലാവിലെ ഗസ്റ്റ് ഹൗസിലെ സുഖപ്രദമായ മുറിയിൽ കിടക്കുമ്പോഴും രാമുവിന് ഉറക്കം വന്നില്ല. തന്റെ പഴയ മുറിയിലെ ചോർച്ചയോർത്ത് മാഡം തന്നെ ഇങ്ങോട്ട് മാറ്റാൻ കാണിച്ച ആ ചെറിയ മനസ്സ് അവനെ അത്ഭുതപ്പെടുത്തി. പുറത്ത് കാറ്റ് മരച്ചില്ലകളെ പിടിച്ചുലക്കുന്ന ശബ്ദം കേൾക്കാം. ജനലിലൂടെ നോക്കിയാൽ വലിയ ബംഗ്ലാവിന്റെ മുകൾ നിലയിലെ റിസ്വാനയുടെ മുറിയിൽ മാത്രം ഒരു ചെറിയ വെളിച്ചം കാണാം. പെട്ടെന്നാണ് കാറ്റിന്റെ ഇരുമ്പലിനിടയിലൂടെ മറ്റൊരു ശബ്ദം രാമുവിന്റെ കാതുകളിൽ പതിച്ചത്. അതൊരു മനുഷ്യന്റെ വിലാപമായിരുന്നു. വളരെ ചെറുതും എന്നാൽ ഹൃദയം തകർക്കുന്നതുമായ ഒരു കരച്ചിൽ. രാമു എഴുന്നേറ്റിരുന്നു. ആദ്യം അതൊരു തോന്നലാണെന്ന് കരുതിയെങ്കിലും ശബ്ദം കൂടി വന്നു. ആരോ ഏങ്ങിക്കരയുകയാണ്, സഹായത്തിനായി കേഴുകയാണ്. രാമു പതുക്കെ മുറിയിൽ നിന്നിറങ്ങി ബംഗ്ലാവിന്റെ പ്രധാന ഹാളിലേക്ക് നടന്നു. അർദ്ധരാത്രി ആയതിനാൽ ജോലിക്കാരെല്ലാം ഉറക്കത്തിലാണ്. ശബ്ദം വരുന്നത് മുകൾ നിലയിൽ നിന്നാണെന്ന് അവന് മനസ്സിലായി. റിസ്വാനയുടെ മുറിയിലേക്ക് പോകാതിരിക്കാൻ അവൻ തന്നെ വിലക്കി. അവർക്ക് ദേഷ്യം വരും. ഒരു പക്ഷേ ജോലിയിൽ നിന്ന് തന്നെ പുറത്താക്കിയേക്കാം, അവൻ ഓർത്തു. പക്ഷെ ആ കരച്ചിൽ അവനെ അസ്വസ്ഥനാക്കി. ഒരു ദുരന്തം അവിടെ സംഭവിക്കുന്നുണ്ടോ എന്ന ഭയം അവനെ മുന്നോട്ട് നയിച്ചു. അവൻ പതുക്കെ പടികൾ കയറി റിസ്വാനയുടെ മുറിക്ക് മുന്നിലെത്തി. വാതിൽ പകുതി തുറന്ന് കിടക്കുകയായിരുന്നു. ഉള്ളിൽ നിന്ന് കേൾക്കുന്ന ശബ്ദം ഹൃദയഭേദകമായിരുന്നു. രാമു ശ്വാസം അടക്കിപ്പിടിച്ച് അകത്തേക്ക് നോക്കി. അവിടെ കണ്ട കാഴ്ച അവനെ തളർത്തിക്കളഞ്ഞു. ബംഗ്ലാവിലെ സർവ്വാധികാരിയായ എല്ലാവരെയും വിറപ്പിക്കുന്ന ആ കർക്കശക്കാരിയായ സ്ത്രീ തറയിൽ തകർന്നിരുന്ന് കരയുകയാണ്. അവരുടെ കൈകളിൽ നിന്ന് രക്തമൊലിച്ച് തറയിൽ പടരുന്നുണ്ടായിരുന്നു. അവർ ഒരു ചെറിയ കത്തി കൊണ്ട് സ്വന്തം കൈയിൽ മുറിവേൽപ്പിക്കുകയായിരുന്നു. അവരുടെ പർദ്ദ ഒരിടത്ത് അഴിഞ്ഞു കിടക്കുന്നു. എന്നും കണ്ടിരുന്ന ആ ധാർഷ്ട്യവും അധികാരവുമെല്ലാം എവിടെയോ മറഞ്ഞു പോയിരിക്കുന്നു. പകരം ഒരു നിസ്സഹായയായ ഭയന്ന പെൺകുട്ടിയെയാണ് രാമു അവിടെ കണ്ടത്. മാഡം, രാമു അറിയാതെ വിളിച്ചുപോയി. ശബ്ദം കേട്ട് ഞെട്ടിപ്പോയ റിസ്വാന പെട്ടെന്ന് എഴുന്നേറ്റു. ചോരയൊലിക്കുന്ന കൈകൾ മറക്കാൻ ശ്രമിച്ചുകൊണ്ട് അവർ ഉറക്കെ നിലവിളിച്ചു. നിനക്ക് എങ്ങനെ ധൈര്യം വന്നു എന്റെ മുറിയിലേക്ക് വരാൻ? ഇറങ്ങിപ്പോ, ഇപ്പോൾ തന്നെ പുറത്തു പോ. അവരുടെ കണ്ണുകളിൽ ഭയവും അപമാനവും കലർന്നിരുന്നു. രാമു പക്ഷേ അനങ്ങിയില്ല. ഒരു നിമിഷം അവൻ തന്റെ ജോലിയെക്കുറിച്ചും നിയമങ്ങളെക്കുറിച്ചും മറന്നു. നിങ്ങൾ മുറിവേറ്റിരിക്കുകയാണ് മാഡം. നിങ്ങളുടെ കൈകളിൽ നിന്ന് രക്തം വരുന്നു. ആദ്യം നമുക്കത് നിർത്തണം. എനിക്ക് നിന്റെ സഹതാപം
എനിക്കിപ്പം വേണ്ട, എന്നെ എന്റെ പാട്ടിന് വിടൂ, ഞാൻ മരിച്ചാലും നിനക്കെന്താണ്? അവർ വീണ്ടും അലറി. രാമു ശാന്തനായി അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ നിങ്ങളുടെ ഡ്രൈവറാണ്, നിങ്ങളുടെ ജോലിക്കാരനാണ്. നിങ്ങളെ ഈ അവസ്ഥയിൽ ഉപേക്ഷിക്കാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ കൊന്നാലും ശരി, ഈ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടാതെ ഞാൻ പോകില്ല. രാമുവിന്റെ ശബ്ദത്തിലെ ആ ദൃഢത റിസ്വാനയെ നിശബ്ദയാക്കി. അവൻ മുറിയിലുണ്ടായിരുന്ന ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തു. അവരുടെ കൈകൾ മെല്ലെ പിടിച്ച് മുറിവ് വൃത്തിയാക്കി. ആ സമയമത്രയും റിസ്വാന വിറക്കുകയായിരുന്നു. അവരുടെ ശരീരത്തിൽ പഴയ പീഡനങ്ങളുടെ പാടുകളുണ്ടെന്ന് രാമു ശ്രദ്ധിച്ചു. കല്ലുപോലെ ഉറച്ചതെന്ന് ലോകം കരുതിയിരുന്ന ആ മനസ്സ് യഥാർത്ഥത്തിൽ എത്രത്തോളം തകർന്നിരിക്കുന്നുവെന്ന് രാമു അന്ന് തിരിച്ചറിഞ്ഞു. രക്തം നിലച്ചപ്പോൾ രാമു അവർക്ക് ഒരു ഗ്ലാസ് വെള്ളം നൽകി. കുറച്ച് വെള്ളം കുടിക്കൂ മാഡം, നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. റിസ്വാന വിറക്കുന്ന കൈകളോടെ വെള്ളം വാങ്ങി. അവർ രാമുവിനെ നോക്കി. ആ നോട്ടത്തിൽ പഴയ ദേഷ്യമല്ലായിരുന്നു. നീ വിചാരിക്കുന്നുണ്ടാകും ഞാനൊരു ഭ്രാന്തിയാണെന്ന്, അല്ലേ? അവർ പതുക്കെ ചോദിച്ചു. ഒരിക്കലുമില്ല മാഡം, വേദന സഹിക്കാൻ കഴിയാതെ വരുമ്പോഴാണ് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുന്നത്. എന്താണ് നിങ്ങൾ ഈ അവസ്ഥയിലെത്തിച്ചത്? രാമുവിന്റെ ചോദ്യം അവരുടെ ഉള്ളിലെ അണക്കെട്ട് തകർത്തു. വർഷങ്ങളായി ആരും കേൾക്കാത്ത, ആരുടെയും മുന്നിൽ തുറക്കാത്ത തന്റെ ഹൃദയത്തിന്റെ വാതിൽ അവർ രാമുവിനു മുന്നിൽ തുറക്കാൻ തുടങ്ങുകയായിരുന്നു. ആ ബംഗ്ലാവിനുള്ളിലെ ഇരുണ്ട നിഗൂഢതകൾ ഒന്നൊന്നായി പുറത്തു വരാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. ആ മുറിയിൽ നിശബ്ദത തളം കെട്ടി നിന്നു. പുറത്തു മഴയുടെ ശബ്ദം മാത്രം കേൾക്കാം. രാമു നൽകിയ വെള്ളം കുടിച്ച ശേഷം റിസ്വാന അല്പം ശാന്തയായി. എങ്കിലും അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ നിർത്താതെ ഒഴുകുന്നുണ്ടായിരുന്നു. എന്നും ലോകത്തിനു മുന്നിൽ അണിഞ്ഞിരുന്ന ആ കരിങ്കല്ലിന്റെ മുഖം മൂടി ആ രാത്രിയിൽ അഴിഞ്ഞു വീണിരുന്നു. രാമു, നീ കാണുന്ന ഈ ആഡംബരവും പണവും അധികാരവും ഒന്നും എനിക്ക് സമാധാനം തന്നിട്ടില്ല. റിസ്വാന തന്റെ കഥ പറഞ്ഞു തുടങ്ങി. എല്ലാവരും കരുതുന്നത് ഞാൻ വലിയ ഭാഗ്യവതിയാണെന്നാണ്. എന്നാൽ എന്റെ ജീവിതം ഒരു വലിയ നരകമായിരുന്നു. എനിക്ക് 19 വയസ്സുള്ളപ്പോഴാണ് ഈ നഗരത്തിലെ ഏറ്റവും വലിയ സമ്പന്നനായ ഒരാളുമായി എന്റെ വിവാഹം നടക്കുന്നത്. മാതാപിതാക്കൾ കരുതിയത് ഞാൻ സുഖമായി ജീവിക്കുമെന്നാണ്. എന്നാൽ ആ മനുഷ്യന് ഞാൻ വെറും ഒരു അലങ്കാര വസ്തു മാത്രമായിരുന്നു. അവർ ദൂരേക്ക് നോക്കി ശൂന്യതയിലേക്ക് കണ്ണു നട്ടു. വീടിനുള്ളിൽ ഞാനൊരു തടവുകാരിയായിരുന്നു. രാത്രികളിൽ അയാൾ മദ്യപിച്ച് വന്ന് തന്റെ ദേഷ്യം മുഴുവൻ തീർത്തിരുന്നത് എന്നിലായിരുന്നു. ഓരോ രാത്രിയും ഞാൻ മരണം മുന്നിൽ കണ്ടു. രക്ഷപ്പെടാൻ പലതവണ ശ്രമിച്ചു. പക്ഷേ അയാളുടെ ആളുകൾ എന്നെ പിടികൂടി തിരികെ കൊണ്ടുവന്നു. നീ പുറത്തു പോയാൽ നിന്റെ മാതാപിതാക്കളെ ഞാൻ കൊല്ലും എന്നതായിരുന്നു അയാളുടെ സ്ഥിരം ഭീഷണി. ആരോടും പറയാനാവാതെ, ഒരു തുള്ളി കണ്ണുനീർ പോലും പുറത്ത് കാണിക്കാനാവാതെ ഞാൻ ആ മതിൽക്കെട്ടുകൾക്കുള്ളിൽ ജീവിച്ചു. രാമു ഒന്നും മിണ്ടാതെ കേട്ടുനിന്നു. ഇത്രയും വലിയ ക്രൂരതകൾ അനുഭവിച്ച ഒരു സ്ത്രീയാണോ തന്റെ മുന്നിലിരുന്ന് മറ്റുള്ളവരെ വിറപ്പിക്കുന്നതെന്ന് അവൻ അത്ഭുതപ്പെട്ടു. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ ഇത്രയും കർക്കശക്കാരിയായത്? രാമു പതുക്കെ ചോദിച്ചു. റിസ്വാന ഒരു കൈപ്പുള്ള ചിരിയോടെ അവനെ നോക്കി. അതായിരുന്നു എന്റെ ഏക രക്ഷാമാർഗം. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അയാൾ ഒരു വാഹനാപകടത്തിൽ മരിച്ചു. എല്ലാവരും കരുതി ഞാൻ സ്വതന്ത്രയാണെന്ന്. എന്നാൽ യഥാർത്ഥ ശത്രുക്കൾ അപ്പോഴാണ് പുറത്തു വന്നത്. അയാളുടെ ബന്ധുക്കൾ ഈ സ്വത്തിനു വേണ്ടി എന്നെ ഭ്രാന്തിയാക്കാൻ ശ്രമിച്ചു. എന്നെ ഒരു മാനസിക ആശുപത്രിയിൽ അടച്ച് എല്ലാം തട്ടിയെടുക്കാൻ അവർ പദ്ധതിയിട്ടു. അന്ന് ഞാൻ തീരുമാനിച്ചു, എനിക്ക് ജീവിക്കണമെങ്കിൽ ഞാൻ അവരെക്കാൾ ക്രൂരയാകണമെന്ന്. ഞാൻ എന്റെ ഉള്ളിലെ സ്നേഹവും കരുണയും കുഴിച്ചു മൂടി. എല്ലാവരോടും ആജ്ഞാപിക്കാനും ശകാരിക്കാനും തുടങ്ങി. ഞാൻ ഒരു പർദ്ദക്കുള്ളിൽ ഒളിഞ്ഞു, ആരോടും സംസാരിക്കാതെയായി. അങ്ങനെ ചെയ്താൽ മാത്രമേ എന്നെ ആരും ഉപദ്രവിക്കില്ല എന്ന് എനിക്ക് തോന്നി. അവർ തന്റെ കൈയിലെ മുറിവുകളിലേക്ക് നോക്കി. പക്ഷെ രാമു, പകൽ മുഴുവൻ ഞാൻ അഭിനയിക്കുന്ന ഈ കരുത്ത് രാത്രിയിൽ എന്നെ തളർത്തുന്നു. ഓരോ രാത്രിയും എനിക്ക് അയാളുടെ മുഖം കാണാം. ഞാൻ ഇന്നും ആ പഴയ പേടിയിൽ നിന്ന് മുക്തിയല്ല. ഈ വേദനയിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ എന്നെ തന്നെ വേദനിപ്പിക്കുന്നു. ഈ പണവും പദവിയും എനിക്ക് നൽകിയത് ഏകാന്തത മാത്രമാണ്. ഈ ലോകത്ത് വിശ്വസിക്കാൻ എനിക്കാരുമില്ല. രാമുവിന് അവരുടെ വേദന മനസ്സിലായി. അധികാരത്തിന്റെ മുകളിൽ ഇരിക്കുന്നവർ പോലും ഇത്രത്തോളം നിസ്സായരാണെന്ന് അവൻ തിരിച്ചറിഞ്ഞു. അവൻ പതുക്കെ പറഞ്ഞു. മാഡം, നിങ്ങൾ അനുഭവിച്ചത് വലിയ ക്രൂരതയാണ്. പക്ഷെ ഇനിയും നിങ്ങളെ തന്നെ വേദനിപ്പിക്കരുത്. നിങ്ങൾ കരുത്തുള്ളവളാണെന്ന് ലോകത്തിന് കാണിച്ചു കൊടുത്തു. ഇനി സ്വന്തം മനസ്സിനെ സ്നേഹിക്കാൻ ശ്രമിക്കൂ. റിസ്വാന ആദ്യമായി രാമുവിനെ ഒരു ജോലിക്കാരനായല്ല, ഒരു മനുഷ്യനായി നോക്കി. എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരാൾ എന്നോട് ഇത്രയും ആശ്വാസത്തോടെ സംസാരിക്കുന്നത്. എല്ലാവർക്കും എന്റെ പണം മാത്രം മതി. നീ ഒരു പാവം ഡ്രൈവർ ആണെങ്കിലും നിന്റെ മനസ്സിൽ വലിയൊരു മനുഷ്യനുണ്ട് രാമു. ആ രാത്രി ബംഗ്ലാവിനുള്ളിലെ അധികാര സമവാക്യങ്ങൾ മാറി മറിഞ്ഞു. യജമാനത്തിയും ഡ്രൈവറും എന്നതിലുപരി വേദനകൾ പങ്കുവെക്കുന്ന രണ്ട് സുഹൃത്തുക്കളായി അവർ മാറി. റിസ്വാനയെ സംരക്ഷിക്കാൻ തന്റെ ജീവൻ പോയാലും താൻ ഒപ്പമുണ്ടാകുമെന്ന് രാമു അന്ന് മനസ്സിൽ ഉറപ്പിച്ചു. എന്നാൽ ഈ അടുപ്പം പുറത്തറിഞ്ഞാൽ ഉണ്ടായേക്കാവുന്ന അപകടങ്ങളെക്കുറിച്ച് അവൻ
അവർ രണ്ടുപേരും അന്ന് ചിന്തിച്ചിരുന്നില്ല. റിസ്വാനയുടെ ബന്ധുവായ ഫൈസൽ ആ ബംഗ്ലാവിനുമേൽ കണ്ണ് വെച്ചിരിപ്പുണ്ടായിരുന്നു. ഒരു ചെറിയ വീഴ്ചക്കായി അവൻ കാത്തിരിക്കുകയാണ്. ആ രാത്രിക്ക് ശേഷം ബംഗ്ലാവിനുള്ളിലെ അന്തരീക്ഷത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വന്നു തുടങ്ങി. പുറമേ നോക്കുന്നവർക്ക് റിസ്വാന പഴയതുപോലെ തന്നെ കർക്കശക്കാരിയായ യജമാനത്തിയായിരുന്നു. എന്നാൽ രാമുവിന്റെ മുന്നിൽ അവർ തന്റെ കാഠിന്യം പതുക്കെ അഴിച്ചുവെച്ചു. താൻ എന്നും ഭയപ്പെട്ടിരുന്ന ആ ഇരുണ്ട നിഴലുകളിൽ നിന്ന് രക്ഷപ്പെടാൻ അവർക്ക് രാമുവിന്റെ സാന്നിധ്യം ഒരു വലിയ ആശ്വാസമായി മാറി. രാമു തന്റെ ജോലിയിൽ കൂടുതൽ ശ്രദ്ധാലുവായി. അവൻ വെറുമൊരു ഡ്രൈവർ മാത്രമായിരുന്നില്ല, റിസ്വാനയുടെ മനസ്സറിയുന്ന ഒരു ഉറ്റ സഹായിയായി മാറി. അവർക്ക് ദേഷ്യം വരുമ്പോഴോ സങ്കടം തോന്നുമ്പോഴോ രാമു നിശബ്ദനായി കൂടെ നിന്നു. ഒരു ദിവസം വൈകുന്നേരം ഓഫീസിൽ നിന്നും മടങ്ങുമ്പോൾ റിസ്വാന വല്ലാതെ തളർന്നിരുന്നു. ബിസിനസ് കാര്യങ്ങളിലെ സമ്മർദ്ദവും ഫൈസലിന്റെ ഭാഗത്തു നിന്നുള്ള ശല്യവും അവരെ വല്ലാതെ അസ്വസ്ഥയാക്കിയിരുന്നു. മാഡം, നിങ്ങൾക്ക് തലവേദനയുണ്ടോ? ഞാൻ വണ്ടി അല്പം പതുക്കെ ഓടിക്കാം. രാമു കണ്ണാടിയിലൂടെ അവരെ നോക്കി ചോദിച്ചു. റിസ്വാന ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാരിയിരുന്നു. ബംഗ്ലാവിൽ എത്തിയപ്പോൾ അവർക്ക് മരുന്ന് എത്തിച്ചു കൊടുക്കാനും വിശ്രമിക്കാൻ നിർദ്ദേശിക്കാനും രാമു മറന്നില്ല. മുമ്പാരും അവരുടെ ആരോഗ്യത്തെക്കുറിച്ചോ മാനസിക അവസ്ഥയെക്കുറിച്ചോ ഇത്രയും ആഴത്തിൽ ചിന്തിച്ചിരുന്നില്ല. പണത്തിനു വേണ്ടി മാത്രം ജോലി ചെയ്യുന്നവർക്കിടയിൽ രാമു ഒരു അപവാദമായിരുന്നു. മറ്റൊരു ദിവസം ഫൈസൽ ബംഗ്ലാവിൽ വന്ന് റിസ്വാനയെ ഭീഷണിപ്പെടുത്തുന്നത് രാമു കണ്ടു. റിസ്വാന, നീ എത്ര കാലം ഈ കസേരയിൽ ഇരിക്കുമെന്ന് നമുക്ക് നോക്കാം. ഈ സ്വത്ത് മുഴുവൻ എനിക്കുള്ളതാണ്. ഒരു പെണ്ണിന് ഇത്രയും അധികാരം ആവശ്യമില്ല, ഫൈസൽ അലറി. റിസ്വാന ഭയന്ന് വിറക്കുന്നത് കണ്ട് രാമുവിന് ദേഷ്യം അടക്കാനായില്ല. എങ്കിലും തന്റെ പരിധി അവൻ തിരിച്ചറിഞ്ഞു. എങ്കിലും ഫൈസൽ പോയി കഴിഞ്ഞപ്പോൾ അവൻ റിസ്വാനയുടെ അടുത്തെത്തി. മാഡം, നിങ്ങൾ ഭയപ്പെടരുത്. അയാളുടെ ലക്ഷ്യം നിങ്ങളുടെ പണമാണ്. പക്ഷേ നിങ്ങളുടെ ധൈര്യമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പാദ്യം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ആ വാക്കുകൾ റിസ്വാനക്ക് നൽകിയ ധൈര്യം ചെറുതല്ലായിരുന്നു. അവർ പതുക്കെ പുഞ്ചിരിക്കാൻ പഠിച്ചു തുടങ്ങി. രാമു അവരെ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറ്റി നിർത്തി ശാന്തമായ പാർക്കുകളിലും പുഴയോരത്തും കൊണ്ടുപോയി. പർദ്ദക്കുള്ളിലെ ആ തടവറയിൽ നിന്ന് പുറത്തു വന്ന് പ്രകൃതിയെ ആസ്വദിക്കാൻ അവർക്ക് ആ നിമിഷങ്ങൾ വഴിയൊരുക്കി. ഒരു ദിവസം പുഴയോരത്തിരിക്കുമ്പോൾ അവർ പറഞ്ഞു, രാമു, ഈ ലോകത്ത് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാൻ മറന്നുപോയിരുന്നു. എന്നും ഈ ഫയലുകൾക്കും ചുവരുകൾക്കും ഉള്ളിലായിരുന്നു എന്റെ ലോകം. നന്ദി രാമു, എന്നെ എന്നിലേക്ക് തന്നെ തിരികെ കൊണ്ടുവന്നതിന്. എന്നാൽ ഈ മാറ്റങ്ങൾ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടാൻ അധികകാലം വേണ്ടി വന്നില്ല. റിസ്വാനയും ഡ്രൈവറും തമ്മിലുള്ള അടുപ്പത്തെക്കുറിച്ച് ബംഗ്ലാവിനുള്ളിലെ മറ്റു ജോലിക്കാർക്കിടയിൽ അടക്കം പറച്ചിലുകൾ തുടങ്ങി. ഫൈസലിന്റെ ചെവിയിലും ഈ വിവരങ്ങൾ എത്തി. റിസ്വാനയെ തകർക്കാൻ ഇതിലും വലിയൊരു ആയുധം അവന് ലഭിക്കാനില്ലായിരുന്നു. ഒരു ഹിന്ദു ഡ്രൈവറും മുസ്ലിം യജമാനത്തിയും തമ്മിലുള്ള ബന്ധത്തെ തെറ്റായ രീതിയിൽ ചിത്രീകരിക്കാൻ അവൻ പദ്ധതിയിട്ടു. മതവും ജാതിയും പദവിയും തമ്മിലുള്ള വലിയ വിടവ് അവഗണിച്ച് പടുത്തുയർത്തിയ ആ ആത്മബന്ധത്തിന് മുകളിൽ കരിനിഴലുകൾ വീണു തുടങ്ങി. രാമുവിന് അപകടം സംഭവിക്കുമെന്ന് റിസ്വാന ഭയപ്പെട്ടു. രാമു, നീ ഈ ജോലി വിട്ടു പോകുന്നതാണ് നിനക്ക് നല്ലത്. ഫൈസൽ നിന്നെ ഉപദ്രവിക്കും, അവർ ഒരു ദിവസം അവനോട് പറഞ്ഞു. എന്നാൽ രാമുവിന്റെ മറുപടി ഉറച്ചതായിരുന്നു. മാഡം, ഞാൻ മരണത്തെ ഭയപ്പെടുന്നില്ല. പക്ഷെ നിങ്ങളെ വീണ്ടും ആ നരകത്തിലേക്ക് തള്ളിവിടാൻ എനിക്ക് കഴിയില്ല. നിങ്ങൾ എന്നെ പുറത്താക്കിയാലും ഞാൻ നിങ്ങളുടെ കാവൽക്കാരനായി ഈ ഗേറ്റിന് പുറത്തുണ്ടാകും. അവരുടെ ബന്ധം കേവലം പ്രണയമോ സൗഹൃദമോ ആയിരുന്നില്ല. അത് രണ്ട് തകർക്കപ്പെട്ട ഹൃദയങ്ങൾ പരസ്പരം താങ്ങായി മാറിയ അവസ്ഥയായിരുന്നു. ഫൈസൽ തന്റെ അടുത്ത നീക്കം തയ്യാറാക്കി കഴിഞ്ഞിരുന്നു. നിയമത്തിന്റെ പഴുതുകളും മതവികാരങ്ങളും ഉപയോഗിച്ച് റിസ്വാനയെ തടവിലാക്കാനുള്ള അവന്റെ ശ്രമങ്ങൾ ആ ബംഗ്ലാവിനെ വീണ്ടും ഒരു യുദ്ധക്കളമാക്കാൻ പോവുകയായിരുന്നു. റിസ്വാനയുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ഒരു നിശബ്ദത വിപ്ലവം പോലെയായിരുന്നു. പർദ്ദക്കുള്ളിലെ ആ കടുത്ത മുഖത്തിനു പിന്നിൽ ഇപ്പോൾ ഇടയ്ക്കിടെ ഒരു നേരത്തെ പുഞ്ചിരി വിരിയുമായിരുന്നു. രാമുവിനോടുള്ള അവരുടെ വിശ്വാസം കേവലം ഒരു യജമാനത്തിക്ക് തന്റെ ഡ്രൈവറായുള്ള വിശ്വാസത്തെക്കാൾ വളർന്നിരുന്നു. എന്നാൽ ഈ ലോകം അത്ര വേഗത്തിൽ മാറ്റങ്ങളെ ഉൾക്കൊള്ളാൻ തയ്യാറല്ലായിരുന്നു. പ്രത്യേകിച്ച് അധികാരവും സ്വത്തും മോഹിക്കുന്നവർക്ക് ഇത്തരം മാറ്റങ്ങൾ വലിയ തടസ്സമായിരുന്നു. ഫൈസൽ തന്റെ ചാരന്മാരിലൂടെ ബംഗ്ലാവിനുള്ളിലെ ഓരോ ചലനങ്ങളും അറിഞ്ഞുകൊണ്ടിരുന്നു. റിസ്വാനയും ഡ്രൈവർ രാമുവും ഒരുമിച്ച് പുറത്തു പോകുന്നതും അവർ തമ്മിൽ ദീർഘനേരം സംസാരിക്കുന്നതും എല്ലാം ഫൈസൽ അറിഞ്ഞു. അവൻ നഗരത്തിലെ പ്രമുഖർക്കിടയിൽ വിഷം കലർന്ന വാക്കുകൾ പ്രചരിപ്പിക്കാൻ തുടങ്ങി. റിസ്വാന തന്റെ അന്തസ്സും മര്യാദയും മറന്ന് പെരുമാറുന്നു. ഒരു താഴ്ന്ന ജാതിക്കാരനായ ഡ്രൈവറുടെ കൈപ്പിടിയിലാണ് ഇന്ന് നമ്മുടെ കുടുംബത്തിന്റെ അഭിമാനം. ഒരു ദിവസം രാവിലെ ഓഫീസിലേക്ക് പോകാൻ തയ്യാറായ റിസ്വാനയെ തേടി ചില സമുദായ നേതാക്കളും ഫൈസലും ബംഗ്ലാവിലെത്തി. അവരുടെ മുഖത്ത് ഗൗരവം നിഴലിച്ചിരുന്നു. റിസ്വാന, നിന്നെക്കുറിച്ച് കേൾക്കുന്ന വാർത്തകൾ ഒട്ടും
തൃപ്തികരമല്ല. മുതിർന്ന ഒരാൾ പറഞ്ഞു. ഈ കുടുംബത്തിന് ഒരു പാരമ്പര്യമുണ്ട്. ഒരു ഡ്രൈവറുടെ കൂടെ നീ കറങ്ങി നടക്കുന്നത് ഞങ്ങൾക്ക് അംഗീകരിക്കാനാവില്ല. നിന്റെ സ്വത്തും ബിസിനസ്സും നോക്കി നടത്താൻ ഫൈസൽ തയ്യാറാണ്. നീ വിശ്രമിക്കുന്നതാണ് നല്ലത്. റിസ്വാനക്ക് കാര്യം മനസ്സിലായി. ഫൈസൽ മതത്തെയും സമൂഹത്തെയും മുന്നിൽ നിർത്തി തന്നെ തടവിലാക്കാൻ ശ്രമിക്കുകയാണെന്ന്. അവർ ധൈര്യം സംഭരിച്ച് മറുപടി നൽകി. എന്റെ ബിസിനസ് എങ്ങനെ നടത്തണമെന്ന് എനിക്കറിയാം. രാമു എന്റെ വിശ്വസ്തനായ ജീവനക്കാരനാണ്. അവനെക്കുറിച്ച് മോശമായി സംസാരിക്കാൻ ആർക്കും അവകാശമില്ല. എന്റെ ജീവിതം എന്റേതാണ്. എന്നാൽ ഫൈസൽ വിട്ടുകൊടുത്തില്ല. അവൻ രാമുവിനെ നേരിട്ട് ഭീഷണിപ്പെടുത്താൻ തീരുമാനിച്ചു. റിസ്വാന ഓഫീസിനുള്ളിൽ പോയ സമയത്ത് ഫൈസൽ പാർക്കിങ്ങിൽ വെച്ച് രാമുവിനെ തടഞ്ഞു. നീ നിന്റെ അതിര് ലംഘിക്കുകയാണ് രാമു. ഫൈസൽ അവനെ തള്ളി മാറ്റി പറഞ്ഞു. ഒരു ഡ്രൈവറുടെ സ്ഥാനത്ത് ഇരിക്കാൻ പഠിക്ക്, അല്ലെങ്കിൽ നിന്റെ ശവം പോലും ആരും കാണില്ല. നാളെ മുതൽ നീ ഈ ജോലിയിൽ ഉണ്ടാകരുത്. രാമു കുലുങ്ങിയില്ല. അവൻ ഫൈസലിന്റെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. ഞാൻ ജോലി ചെയ്യുന്നത് മാഡത്തിന് വേണ്ടിയാണ്. അവർ എന്നോട് പോകാൻ പറഞ്ഞാൽ മാത്രം ഞാൻ പോകും. നിങ്ങളുടെ ഭീഷണി കൊണ്ട് എന്നെ മാറ്റാൻ നോക്കേണ്ട. ദേഷ്യം കൊണ്ട് വിറച്ച ഫൈസൽ തന്റെ ഗുണ്ടകളോട് രാമുവിനെ ഒരു പാഠം പഠിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. അന്ന് രാത്രി ജോലി കഴിഞ്ഞ് മടങ്ങുമ്പോൾ വിജനമായ ഒരിടത്ത് വെച്ച് ചിലർ രാമുവിനെ ആക്രമിച്ചു. അവനെ ക്രൂരമായി മർദ്ദിച്ചു. എങ്കിലും തന്റെ വേദനയേക്കാൾ കൂടുതൽ അവൻ ഭയപ്പെട്ടത് റിസ്വാനയുടെ സുരക്ഷയെക്കുറിച്ചായിരുന്നു. പിറ്റേന്ന് പരിക്കേറ്റ മുഖവുമായി ജോലിക്ക് വന്ന രാമുവിനെ കണ്ടപ്പോൾ റിസ്വാനയുടെ ഹൃദയം തകർന്നു. തന്റെ പേരിൽ രാമുവിനിങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നതിൽ അവർക്ക് അതിയായ സങ്കടം തോന്നി. രാമു, നീ പോയിക്കോളൂ. നിന്റെ ജീവൻ അപകടത്തിലാണ്. എനിക്ക് വേണ്ടി നീ ഇത്രയും കഷ്ടപ്പെടേണ്ട, അവർ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. രാമു അവരുടെ കൈകൾ പിടിച്ചു. മാഡം, നിങ്ങൾ വർഷങ്ങളോളം ആ നരകത്തിൽ ഒറ്റക്കായിരുന്നു. ഇനി നിങ്ങളെ ഞാൻ ഒറ്റക്കാക്കില്ല. ഈ മുറിവുകൾ എനിക്കൊന്നുമല്ല. പക്ഷെ നിങ്ങൾ തോറ്റു കൊടുക്കരുത്. രാമുവിന്റെ ആ വാക്കുകൾ റിസ്വാനക്ക് വീണ്ടും കരുത്തു നൽകി. പക്ഷെ ഫൈസൽ അടുത്ത നീക്കം തയ്യാറാക്കിയിരുന്നു. റിസ്വാനയുടെ ബിസിനസ് രേഖകളിൽ തിരിമറി നടത്തിയെന്നും അവൾക്ക് മാനസിക നില തെറ്റിയെന്നും കാണിച്ച് അവൻ കോടതിയിൽ ഒരു ഹർജി ഫയൽ ചെയ്തു. അതോടൊപ്പം തന്നെ നാട്ടിലെ ആളുകളെ ഇളക്കിവിട്ട് അവർക്കെതിരെ പ്രതിഷേധം സംഘടിപ്പിക്കാനും അവൻ പദ്ധതിയിട്ടു. മതവികാരങ്ങളും അധികാരമോഹവും കൂടിച്ചേർന്ന ആ വലിയ ചതിക്കുഴിയിൽ നിന്ന് റിസ്വാനക്കും രാമുവിനും എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും? ഫൈസൽ വിരിച്ച ചതിയുടെ വല കൂടുതൽ മുറുകിക്കൊണ്ടിരുന്നു. രാമുവിനെ കായികമായി നേരിട്ടിട്ടും അവൻ പിന്മാറുന്നില്ലെന്ന് കണ്ടപ്പോൾ ഫൈസൽ തന്റെ തന്ത്രം മാറ്റി. അവൻ നഗരത്തിലെ സ്വാധീനമുള്ള വ്യക്തികളെയും സമുദായത്തിലെ മുതിർന്നവരെയും ബംഗ്ലാവിലേക്ക് വീണ്ടും കൊണ്ടുവന്നു. റിസ്വാന, ഇത് കേവലം ഒരു വ്യക്തിപരമായ വിഷയമല്ല. സമുദായ നേതാവ് ഗൗരവത്തോടെ പറഞ്ഞു. നീ ഒരു മുസ്ലിം സ്ത്രീയാണ്. നിന്റെ അന്തസ്സും മതപരമായ ചിട്ടകളും പാലിക്കാൻ നീ ബാധ്യസ്ഥയാണ്. ഈ ഹിന്ദു ഡ്രൈവറുമായി നീ പുലർത്തുന്ന ബന്ധം നമ്മുടെ സമുദായത്തിന് തന്നെ അപമാനമാണ്. ഒന്നെങ്കിൽ അവനെ ഈ നിമിഷം പുറത്താക്കുക, ഇല്ലെങ്കിൽ നിന്നെ ഇവിടുന്ന് ഞങ്ങൾ പുറത്താക്കും. റിസ്വാന തന്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു പ്രതിസന്ധി നേരിട്ടിട്ടില്ല. തന്റെ ഏക ആശ്വാസമായ രാമുവിനെ പുറത്താക്കിയാൽ താൻ വീണ്ടും ആ ഇരുണ്ട ഏകാന്തതയിലേക്ക് വീണു പോകുമെന്ന് അവൾക്കറിയാം. അവർ വിറക്കുന്ന ശബ്ദത്തിൽ മറുപടി നൽകി. സ്നേഹത്തിനും വിശ്വാസത്തിനും ജാതിയോ മതമോ ഇല്ല. രാമു എന്നെ സഹായിച്ചത് എന്റെ ജീവനക്കാരൻ എന്ന നിലയിലല്ല, മറിച്ച് ഒരു മനുഷ്യൻ എന്ന നിലയിലാണ്. നിങ്ങൾ പറയുന്നത് പോലെ ഒരു തെറ്റായ ബന്ധവും ഞങ്ങൾ തമ്മിലില്ല. എന്നാൽ ഫൈസൽ ആനടിച്ചു. അവൻ തയ്യാറാക്കി വെച്ചിരുന്ന ചില വ്യാജരേഖകൾ മേശപ്പുറത്ത് വെച്ചു. നോക്ക്, റിസ്വാനയുടെ മാനസിക നില തെറ്റിയിരിക്കുകയാണ്. അവൾ തന്റെ സ്വത്തുക്കൾ ഈ ഡ്രൈവറുടെ പേരിൽ എഴുതി വെക്കാൻ പോകുന്നു. ഇവൾക്കിപ്പോൾ ശരിയും തെറ്റും തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഇവളെ ഉടൻ തന്നെ ഒരു കേന്ദ്രത്തിലേക്ക് മാറ്റണം. ആ ആരോപണം കേട്ട് റിസ്വാന തകർന്നു പോയി. അവർ രാമുവിനെ നോക്കി. രാമു ദൂരെ മാറി നിന്ന് എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. തന്റെ സാന്നിധ്യം റിസ്വാനക്ക് കൂടുതൽ ആപത്തുണ്ടാക്കുകയാണെന്ന് അവൻ മനസ്സിലാക്കി. എങ്കിലും അവരെ ഈ ചെന്നായ്കളുടെ ഇടയിൽ വിട്ടിട്ട് പോകാൻ അവന്റെ മനസ്സ് അനുവദിച്ചില്ല. അന്ന് വൈകുന്നേരം ബംഗ്ലാവിലെ ലൈബ്രറിയിൽ ഇരിക്കുമ്പോൾ റിസ്വാന വല്ലാതെ കരയുകയായിരുന്നു. രാമു, അവരെന്നെ ഭ്രാന്തിയാക്കും. എന്റെ ഈ സ്വത്തുക്കൾ അവർക്ക് വേണം. അതിനായി അവർ നമ്മളെ തമ്മിൽ അകറ്റുകയാണ്. മതം അവർക്ക് വെറുമൊരു ആയുധം മാത്രമാണ്. അവർ വിങ്ങിക്കരഞ്ഞു. രാമു പതുക്കെ അവരുടെ അരികിലെത്തി. മാഡം, നിങ്ങൾ ഒരിക്കലും തളരരുത്. നമ്മളൊരു തെറ്റും ചെയ്തിട്ടില്ല. ഫൈസലിന്റെ ലക്ഷ്യം ഈ പണമാണ്. നമുക്ക് നിയമപരമായി നേരിടാം. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ സ്വന്തം മനസ്സിനെ ശക്തമാക്കണം. നാളെ കോടതിയിൽ കേസ് വരുമ്പോൾ നിങ്ങൾ പതറരുത്. അന്ന് രാത്രി രാമുവിന് ഉറങ്ങാൻ കഴിഞ്ഞില്ല. താൻ കാരണം ഒരു സ്ത്രീയുടെ ജീവിതം നശിക്കുന്നത് അവന് സഹിക്കാനായില്ല. റിസ്വാനയെ സംരക്ഷിക്കാൻ എന്ത് ത്യാഗത്തിനും അവൻ തയ്യാറായിരുന്നു. അതേസമയം ഫൈസൽ തന്റെ അടുത്ത നീക്കം പൂർത്തിയാക്കിയിരുന്നു. റിസ്വാനയെ ബംഗ്ലാവിൽ നിന്ന് ബലമായി കൊണ്ടുപോകാൻ അവർ ഗുണ്ടകളെ തയ്യാറാക്കി നിർത്തി.
പിറ്റേന്ന് രാവിലെ റിസ്വാനയുടെ ബംഗ്ലാവിനു മുന്നിൽ വലിയൊരു ആൾക്കൂട്ടം തടിച്ചുകൂടി. ഫൈസൽ ആളുകളെ ഇളക്കി വിടുകയായിരുന്നു. നമ്മുടെ കുടുംബത്തിന്റെ മാനം കാക്കാൻ ഈ സ്ത്രീയെ ഇവിടെ നിന്ന് മാറ്റിയേ തീരൂ, അവൻ അലറി. ജനക്കൂട്ടം ബംഗ്ലാവിനുള്ളിലേക്ക് ഇടിച്ചു കയറാൻ ശ്രമിച്ചു. രാമു ഗേറ്റിനു മുന്നിൽ തടസ്സമായി നിന്നു. ആരും ഉള്ളിലേക്ക് കയറരുത്, മാഡത്തിന്റെ അനുവാദമില്ലാതെ ആരെയും ഞാൻ വിടില്ല, അവൻ ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു. പക്ഷേ ഫൈസലിന്റെ ഗുണ്ടകൾ അവനെ വളഞ്ഞു. അവർ അവനെ ക്രൂരമായി ഉപദ്രവിക്കാൻ തുടങ്ങി. റിസ്വാന ജനലിലൂടെ ഈ കാഴ്ച കണ്ട് നിലവിളിച്ചു. തന്റെ പ്രിയപ്പെട്ട ഒരാൾ തനിക്ക് വേണ്ടി രക്തം ചിന്തുന്നത് അവർക്ക് സഹിക്കാനായില്ല. റിസ്വാന തന്റെ മുറിക്കുള്ളിൽ വിറച്ചു നിൽക്കുകയായിരുന്നു. ഫൈസൽ വാതിൽ ചവിട്ടി തുറന്ന് അകത്തു കയറി. ഇനി നിന്നെ ആരും രക്ഷിക്കാനില്ല റിസ്വാന, ആ ഡ്രൈവർ മരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ഈ രേഖകളിൽ ഒപ്പിട്, അല്ലെങ്കിൽ നിന്റെ അവസ്ഥയും ഇതുതന്നെയാകും, അവൻ ആക്രോശിച്ചു. ജനലിലൂടെ താഴെ ചോരയിൽ കിടക്കുന്ന രാമുവിനെ കണ്ട് റിസ്വാനയുടെ ഉള്ളിൽ വർഷങ്ങളായി അടുക്കിപ്പിടിച്ച വേദനയും ദേഷ്യവും ഒരു അഗ്നിപർവ്വതം പോലെ പൊട്ടിത്തെറിച്ചു. ഇത്രയും കാലം താൻ ഭയപ്പെട്ടത് ആരെയാണോ അവർക്ക് മുന്നിൽ ഇനി തലകുനിക്കില്ലെന്ന് അവർ ഉറപ്പിച്ചു. എപ്പോഴും ഭയന്നോടിയിരുന്ന ആ സ്ത്രീ പെട്ടെന്ന് ഒരു ചീറ്റപ്പുലിയെ പോലെ മാറി. അവർ തന്റെ മേശയിലുണ്ടായിരുന്ന തോക്ക് പുറത്തെടുത്തു. തന്റെ ഭർത്താവ് സുരക്ഷയ്ക്കായി വാങ്ങിവെച്ചിരുന്ന ആ തോക്ക് എടുക്കാൻ അവർക്കൊരിക്കലും ധൈര്യം വന്നിരുന്നില്ല. എന്നാൽ ഇന്ന് തനിക്ക് വേണ്ടി സ്വന്തം ജീവൻ നൽകാൻ തയ്യാറായ ഒരു മനുഷ്യന്റെ രക്തം കണ്ടപ്പോൾ അവർക്ക് ഭയം തോന്നിയില്ല. ഒരടി മുന്നോട്ട് വെച്ചാൽ നിന്റെ തല ഞാൻ തകർക്കും ഫൈസൽ, റിസ്വാനയുടെ ശബ്ദം ആ ബംഗ്ലാവിൽ മുഴങ്ങി. താൻ ഭ്രാന്തിയെന്നും പാവമെന്നും കരുതിയ റിസ്വാനയുടെ ഈ മാറ്റം കണ്ട് ഫൈസൽ ഞെട്ടിപ്പോയി. റിസ്വാന, നീ എന്താണ് ചെയ്യുന്നത്? തോക്ക് താഴ്ത്ത്, അവൻ വിറക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. ഇത്രയും കാലം നീ എന്നെ വേട്ടയാടി, മതം പറഞ്ഞും മര്യാദ പറഞ്ഞും നീ എന്റെ സ്വത്ത് തട്ടിയെടുക്കാൻ നോക്കി. പക്ഷെ ഇന്ന് ഞാൻ തിരിച്ചറിയുന്നു, നിന്നെ പോലെയുള്ള പിശാചുകളെക്കാൾ എത്രയോ മുകളിലാണ് രാമുവിനെ പോലെയുള്ള മനുഷ്യർ. അവർ തോക്ക് ഫൈസലിന്റെ നെഞ്ചിനു നേരെ ചൂണ്ടി. പുറത്ത് തടിച്ചുകൂടിയ ആൾക്കൂട്ടം തോക്കുമായി നിൽക്കുന്ന റിസ്വാനെ കണ്ട് നിശബ്ദരായി. തന്റെ ഗുണ്ടകളോട് രാമുവിനെ വിടാൻ ഫൈസൽ ആജ്ഞാപിച്ചു. എല്ലാവരും പുറത്തുപോ, ഇപ്പോൾ തന്നെ, റിസ്വാന അലറി. ജീവൻ ഭയന്ന് ഫൈസലും കൂട്ടരും അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു. റിസ്വാന വേഗത്തിൽ ഓടിച്ചെന്ന് രാമുവിനെ താങ്ങിയെടുത്തു. രാമു, കണ്ണു തുറക്ക്, എനിക്ക് വേണ്ടി നീ എന്തിനാണ് ഇത് ചെയ്തത്? അവർ കരഞ്ഞുകൊണ്ട് ചോദിച്ചു. രാമു പതുക്കെ കണ്ണു തുറന്നു. അവന്റെ മുഖത്ത് ഒരു നേർത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു. നിങ്ങൾ തോറ്റു കൊടുത്തില്ലല്ലോ മാഡം, എനിക്കത് മതി, അവൻ തളർന്നു പറഞ്ഞു. ആ നിമിഷം റിസ്വാന ഒരു വലിയ തീരുമാനമെടുത്തു. ഈ സ്വത്തോ ബംഗ്ലാവോ പണമോ അല്ല തന്റെ ജീവിതമെന്ന് അവർ തിരിച്ചറിഞ്ഞു. രാമുവിനെ അവർ വേഗത്തിൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി. ആശുപത്രിയുടെ വെള്ള ചുവരുകൾക്കുള്ളിൽ രാമു മരണത്തോട് മല്ലിടുമ്പോൾ റിസ്വാന പുറത്തു പ്രാർത്ഥനയോടെ ഇരുന്നു. ബംഗ്ലാവിലെ ആഡംബരങ്ങളും അധികാരവും തനിക്ക് നൽകാൻ കഴിയാത്ത ഒരു വലിയ ആത്മബന്ധം ഈ പാവപ്പെട്ട ഡ്രൈവറിലൂടെയാണ് താൻ അനുഭവിച്ചതെന്ന് അവർ തിരിച്ചറിഞ്ഞു. ദിവസങ്ങൾ നീണ്ട ചികിത്സക്കൊടുവിൽ രാമു അപകടനില തരണം ചെയ്തു. ബോധം തെളിഞ്ഞപ്പോൾ അവൻ ആദ്യം കണ്ടത് തന്റെ അരികിലിരുന്ന് കണ്ണീരോടെ പ്രാർത്ഥിക്കുന്ന മാഡത്തിനെയാണ്. മാഡം, നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരിക്കുന്നത്? ആരെങ്കിലും കണ്ടാൽ, രാമു തളർന്ന സ്വരത്തിൽ പറഞ്ഞു. റിസ്വാന അവന്റെ വാക്കുകൾ തടഞ്ഞു. ഇനി ആര് എന്ത് വിചാരിച്ചാലും എനിക്ക് ഭയമില്ല രാമു. ഇത്രയും കാലം ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണ് ജീവിച്ചത്. എന്റെ ഭയത്തെയും ഈ സ്വത്തിനെയും സംരക്ഷിക്കാൻ ഞാൻ എന്റെ ആത്മാവിനെ തന്നെ പണയം വെച്ചു. പക്ഷെ ഇന്ന് എനിക്ക് സത്യം മനസ്സിലായി. ഈ പണമാണ് എന്റെ എല്ലാ ദുരന്തങ്ങൾക്കും കാരണം. ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി തിരിച്ചെത്തിയ അന്ന് തന്നെ റിസ്വാന തന്റെ വക്കീലിനെ വിളിച്ചു വരുത്തി. ബംഗ്ലാവിലെ ലൈബ്രറിയിൽ വെച്ച് അവർ തന്റെ അവസാനത്തെ ഒപ്പിട്ടു. ഫൈസലും ബന്ധുക്കളും സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത ഒരു തീരുമാനമായിരുന്നു അത്. തന്റെ ബംഗ്ലാവും ബാങ്ക് ബാലൻസും ബിസിനസ്സും ഉൾപ്പെടെയുള്ള എല്ലാ സ്വത്തുക്കളും പാവപ്പെട്ട കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനും അനാഥരായ സ്ത്രീകൾക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ട്രസ്റ്റിന് അവർ ദാനം ചെയ്തു. മാഡം, നിങ്ങളിത് എന്താണ് ചെയ്യുന്നത്? നിങ്ങളുടെ ഭാവി എന്താകും? രാമു അത്ഭുതത്തോടെ ചോദിച്ചു. റിസ്വാന ശാന്തതയോടെ പുഞ്ചിരിച്ചു. രാമു, ഈ സ്വർണ്ണക്കൂട്ട് എനിക്ക് സമാധാനം നൽകിയിട്ടില്ല. ഈ മതിലുകൾക്കുള്ളിൽ ഞാൻ ശ്വാസം മുട്ടി മരിക്കുകയായിരുന്നു. ഇപ്പോൾ എനിക്ക് ഭാരമില്ലാത്തതുപോലെ തോന്നുന്നു. എനിക്കിനി വേണ്ടത് സമാധാനമാണ്, പണമല്ല. ഫൈസലിനും കൂട്ടർക്കും ഇനി എന്നെ ഭീഷണിപ്പെടുത്താൻ കഴിയില്ല, കാരണം എനിക്ക് നഷ്ടപ്പെടാൻ ഇനി ഒന്നുമില്ല. തന്റെ ജീവിതത്തിൽ ആദ്യമായി റിസ്വാന ആ മുറിയിൽ വെച്ച് പൊട്ടിച്ചിരിച്ചു. അതൊരു തടവുകാരി തന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞപ്പോൾ ഉണ്ടായ ആഹ്ലാദമായിരുന്നു. അവർ തന്റെ വിലപിടിപ്പുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും ഉപേക്ഷിച്ചു.
കേവലം ലളിതമായ വസ്ത്രങ്ങൾ ധരിച്ചുകൊണ്ട് അവർ ബംഗ്ലാവിന്റെ പടികൾ ഇറങ്ങി. പർദ്ദ ധരിച്ചിരുന്നുവെങ്കിലും അതിനുള്ളിലെ സ്ത്രീക്ക് ഇപ്പോൾ ലോകത്തെ അഭിമുഖീകരിക്കാൻ ഭയമില്ലായിരുന്നു. പോകാൻ നേരത്ത് അവർ രാമുവിനെ നോക്കി. രാമു, ഞാൻ എന്റെ വഴി തിരഞ്ഞെടുത്തു കഴിഞ്ഞു. എനിക്കിനി ഒരു യജമാനത്തിയായി ജീവിക്കാൻ കഴിയില്ല. നിനക്ക് എവിടെ വേണമെങ്കിലും പോകാം. നിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ആവശ്യമായ തുക ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. രാമുവിന്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ അവരുടെ കാലിൽ തൊട്ട് വന്ദിച്ചു. മാഡം, പണമല്ല ഞാൻ നിങ്ങളിൽ നിന്ന് ആഗ്രഹിച്ചത്. നിങ്ങളുടെ സുരക്ഷയായിരുന്നു എന്റെ ലക്ഷ്യം. നിങ്ങൾ ഈ കൊട്ടാരം ഉപേക്ഷിക്കുകയാണെങ്കിൽ ഒരു നിഴലായി ഞാൻ നിങ്ങളുടെ കൂടെ വരും. എനിക്ക് എന്റെ ഗ്രാമമുണ്ട്. അവിടെ ഒരു ചെറിയ വീടുണ്ട്. അവിടേക്ക് നിങ്ങൾ വരുമോ? അവിടെ പണമില്ലെങ്കിലും നിങ്ങളെ സ്നേഹിക്കുന്ന മനുഷ്യരുണ്ടാകും. റിസ്വാന ആലോചിച്ചു. നഗരത്തിലെ ഈ വിഷപ്പുകയിൽ നിന്ന് മാറി ശാന്തമായ ഒരു ഗ്രാമത്തിലേക്ക് അവരിലെ സ്ത്രീ ആ മാറ്റം ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു.